വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 അല്ലെ. നമ്മുടെ കേരള PSC പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോഷ്യൽ വർക്കിൽ മാസ്റ്റർ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2. അതിന്റെ സിലബസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമ്മുടെ അക്കാദമിയുടെ കീഴിൽ വെൽഫെയർ ഓഫീസറിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ അതിന്റെ സിലബസ് ഡിസ്കഷൻ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. സിലബസ് നമുക്ക് ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഫസ്റ്റ് പാർട്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ പ്രൊബേഷൻ ഓഫീസർ ഗ്രേഡ് 2 ഒക്കെ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരളയാണ് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, നമുക്ക് പഠിക്കാനുള്ളത് അല്ലെ. അതിൽ ഫസ്റ്റ് പോയിന്റ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫീച്ചേഴ്സിൽ അല്ലെ, അതിന്റെ പ്രിയാമ്പിള്, അതിന്റെ സിഗ്നിഫിക്കൻസ്, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ദെൻ റിലേഷൻ ബിറ്റ്വീൻ ഫണ്ടമെന്റൽ റൈറ്റ് ആൻഡ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ദെൻ വാട്ട് ഈസ് എക്സിക്യൂട്ടീവ്, ലെജിസ്ലേഷൻ എന്താണ്, ജുഡീഷ്യറി എന്താണ്, യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ലെവൽ എന്താണ്, മറ്റുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ്, ദെൻ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻ എന്താണ്, then service under the union and the state, emergency provisions, amendment provision of the constitution. ഇത്രയും ഭാഗങ്ങളാണ് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്. ദെൻ അടുത്ത ഭാഗം എന്ന് പറയുന്നത് സോഷ്യൽ വെൽഫെയർ ലെജിസ്ലേഷൻ ആൻഡ് പ്രോഗ്രാംസ് ആണ് അല്ലെ. സോഷ്യൽ വെൽഫെയർ സർവീസ് ലെജിസ്ലേഷൻ ആയ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ ആൻഡ് ചിൽഡ്രൻ, ഫുഡ് സെക്യൂരിറ്റി ആക്ട്, എൻവയോൺമെന്റ് ആക്ട്. പിന്നെ സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസുകൾ, അതായത് ഇപ്പോൾ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, ഓർഗൻ ആൻഡ് ബ്ലഡ് ഡൊണേഷൻ എക്സെട്ര. ദെൻ അടുത്ത നമ്മുടെ ഭാഗം റിനൈസൻസ് ആണ് അല്ലെ. എങ്ങനെയാണ് ടുവാർഡ്സ് എ ന്യൂ സൊസൈറ്റി, അതായത് എങ്ങനെയാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, മിഷണറി ആക്ടിവിറ്റീസ്, ദെൻ സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെന്റ്, SNDP, നായർ സർവീസ് സൊസൈറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ സ്ട്രഗിൾസുകൾ, അപ്പർ ക്ലോത്ത് റിവോൾട്ട്, ചാന്നാർ അജിറ്റേഷൻ, വൈക്കം സത്യാഗ്രഹ, ഗുരുവായൂർ സത്യാഗ്രഹ, പാലിയം സത്യാഗ്രഹ. പിന്നെ റോൾ ഓഫ് പ്രസ് ഇൻ റിനൈസൻസിലെ മലയാളി, സ്വദേശാഭിമാനി, വിവോഗോദയം, മിതവാടി, സ്വരാജ്, അങ്ങനെ. ദെൻ പിന്നെ നോവൽ, ഡ്രാമ, പോയട്രിയുടെ ഒക്കെ ഒരു പ്രാധാന്യം. ദെൻ വുമൺ ആൻഡ് സോഷ്യൽ ചേഞ്ച്, പാർവതി നെന്മണി മംഗലം, ആര്യ പള്ളം, AV കുട്ടിമാളു അമ്മ, ലളിത പ്രഭു, അക്കാമ ചെറിയൻ, അന്ന ചാണ്ടി, ലളിതാംബിക അന്തർജനം, അങ്ങനെ. പിന്നെ പലതരത്തിലുള്ള ലീഡേഴ്സ് ഓഫ് റിനൈസൻസിലെ ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദ, അങ്ങനെ. പിന്നെ കുറച്ച് ലിറ്റററി ഫിഗേഴ്സിനെ കുറിച്ചിട്ടും. ഇതാണ് റിനൈസൻസിൽ വരുന്നത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 നമുക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത് സോഷ്യൽ വർക്കാണ്. സോഷ്യൽ വർക്ക് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സ്കോർ എന്ത് ചെയ്യാൻ പറ്റും, വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 വാങ്ങാൻ കഴിയും. ഇതിന്റെ പാർട്ട് 1 വരുന്നത് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് സോഷ്യൽ വർക്ക്. ഇപ്പോൾ കുട്ടികൾ ICDSലെ സോഷ്യൽ വർക്ക്, പ്രൊബേഷൻ ഓഫീസറിന്റെ സോഷ്യൽ വർക്ക്, ഇതൊക്കെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ആളുകളായിരിക്കാം നിങ്ങൾ. അങ്ങനെയുള്ള നിങ്ങൾക്ക് വെൽഫെയർ ഓഫീസിന് പകുതി മാത്രമേ പഠിക്കാനുള്ളൂ. ബാക്കി പകുതി നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പാർട്ട് ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി സോഷ്യൽ വർക്ക് അല്ലെ. പ്രൊബേഷൻ ഓഫീസറിന് നമ്മൾ ഇത് പഠിച്ച കാര്യങ്ങളാണ്. എന്തൊക്കെയാണ് സോഷ്യൽ വർക്കിന്റെ ഡെഫിനേഷൻ, മീനിങ്, പർപ്പസ്, ഗോള്, ഒബ്ജക്റ്റീവ്, ദെൻ അതിന്റെ അസംഷൻസ്, ഫങ്ഷൻസ്, ദെൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബേസിക് ആൻഡ് ആൻസിലറി മെത്തേഡ് ഓഫ് സോഷ്യൽ വർക്ക് അല്ലെ. നമുക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. ദെൻ സയന്റിഫിക് ബേസ് ഓഫ് സോഷ്യൽ വർക്ക്, പിന്നെ ടൂൾ ആൻഡ് ടെക്നിക്ക്, സ്കിൽ ആൻഡ് എബിലിറ്റീസ് ഓഫ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ, ദെൻ സോഷ്യൽ വർക്കിന്റെ പ്രിൻസിപ്പിള്, പിന്നെ സോഷ്യൽ സർവീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, സോഷ്യൽ വെൽഫെയർ എന്താണ്, സോഷ്യൽ സെക്യൂരിറ്റി എന്താണ്, സോഷ്യൽ റിഫോം എന്താണ്, സോഷ്യൽ ആക്ഷൻ എന്താണ്. അടുത്ത ഭാഗത്ത് പറഞ്ഞ എന്താണ്, ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്കാണ് അല്ലെ. അതായത് എഡ്വാർഡ് ഹെൻറി, എലിസബത്തൻ പുവർലോ, ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി, COS, സെറ്റിൽമെന്റ് ഹൗസ് മൂവ്മെന്റ്, പുവർ ലോ കമ്മീഷന്, ദെൻ ബിവറേജ് റിപ്പോർട്ട്. പിന്നെ സോഷ്യൽ വർക്ക് കൊളോണിയൽ കാലഘട്ടം, USA കൊളോണിയൽ കാലഘട്ടത്തിലെ സിവിൽ വാറും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അതിനെ എങ്ങനെ ബാധിച്ചു, എങ്ങനെയാണ് ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് സോഷ്യൽ വർക്കിൽ ഉണ്ടായത്. പിന്നെ സോഷ്യൽ വർക്ക് ആൻഷ്യൻ ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു, സുൽത്താനേറ്റ് പീരീഡില്, മുഗൾ പീരീഡില്, ദെൻ അതേപോലെ തന്നെ എത്തരത്തിലുള്ള സോഷ്യൽ റിഫോം മൂവ്മെന്റുകളാണ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ മൂന്നാമത്തെ ഏരിയയിൽ വരുന്നത് ദ ഫിലോസഫിക്കൽ ബേസ് ഓഫ് സോഷ്യൽ വർക്കാണ് അല്ലെ. അതായത് ഫിലോസഫിക്കൽ ബേസ് ഓഫ് സോഷ്യൽ വർക്ക് എങ്ങനെയാണ്, മോറൽ ആൻഡ് റിലീജിയസ് വാല്യൂ ഇൻ സോഷ്യൽ വർക്ക് എന്താണ്, ക്രിസ്ത്യൻ, ഹിന്ദു, ഇസ്ലാം, ബുദ്ധിസ്റ്റ് ട്രഡീഷൻ, ഗാന്ധിയൻ ഫിലോസഫി ഒക്കെ എങ്ങനെയായിരുന്നു. അടുത്ത ഭാഗം വളണ്ടിയറി ആൻഡ് പ്രൊഫഷണൽ ഡയമെൻഷൻസ് സോഷ്യൽ വർക്ക് വളണ്ടിയറിസ് ആണ് അല്ലെ. അതായത് എന്താണ് ഈ സോഷ്യൽ വർക്ക് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പ്രൊഫഷണൽ റോൾ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ എന്താണ്, എങ്ങനെയാണ് ഇന്ത്യയിൽ സോഷ്യൽ വർക്ക് എഡ്യൂക്കേഷൻ ഡെവലപ്പ് ചെയ്തത്,
തുടങ്ങിയ കാര്യങ്ങൾ. ഇന്ന് അതിന്റെ കറന്റ് ട്രെൻഡ്സ് എന്തൊക്കെയാണ്? അടുത്ത ഭാഗം സോഷ്യൽ വർക്ക് വാല്യൂസ് ആൻഡ് കോഡ് ഓഫ് എത്തിക്സ്. സോഷ്യൽ വർക്ക് വാല്യൂസ് ആൻഡ് എത്തിക്സ്. ദെൻ അതിന്റെ കോഡ് ഓഫ് എത്തിക്സ് ഉണ്ട് അല്ലെ. ഇപ്പോൾ നമ്മുടെ പ്രൊബേഷൻ ഓഫീസറിനൊക്കെ ഇതിന്ന് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. NASWയുടെ കോഡ് ഓഫ് എത്തിക്സ് എന്താണ്? എത്തിക്കൽ ഡിലമാസ് എന്തൊക്കെയാണ്? അടുത്ത ഭാഗം കോർ കോമ്പിറ്റൻസ് ആൻഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് എ പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് പ്രാക്ടീഷണർ അല്ലെ. then ഇതിൽ എന്താണ് ഒബ്ജക്ടിവിറ്റി എന്താണ്, നോൺ ജഡ്ജ്മെൽ എന്താണ്, അതായത് സോഷ്യൽ വർക്കർക്ക് വേണ്ട പ്രത്യേകിച്ചുള്ള ക്വാളിറ്റീസ് ആണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ ഡിഫറെന്റ് ഫീൽഡ്സ് ഓഫ് സോഷ്യൽ വർക്ക് ഒക്കെ ഇതിൽ പറയുന്നുണ്ട്. ദെൻ അടുത്ത ഭാഗം സോഷ്യോളജി ഫോർ സോഷ്യൽ വർക്കാണ്. നമ്മുടെ പ്രൊബേഷൻ ഓഫീസിലും ICDSലും പഠിച്ച കുറച്ച് സോഷ്യോളജിയിലെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഫസ്റ്റ് എന്താണ്? ബേസിക് കൺസെപ്റ്റ് ആൻഡ് തിയററ്റിക്കൽ പെർസ്പെക്റ്റീവ് സോഷ്യോളജി അല്ലെ. സോഷ്യോളജിയുടെ ബേസിക് കൺസെപ്റ്റ്, സൊസൈറ്റി എന്താണ്, കമ്മ്യൂണിറ്റി എന്താണ്, അസോസിയേഷൻ എന്താണ്, സോഷ്യൽ സ്ട്രക്ചർ എന്താണ്, സ്റ്റാറ്റസ് എന്താണ്, റോൾ എന്താണ്, സോഷ്യൽ പ്രോസസ് എന്താണ്, കൺജക്റ്റീവ് എന്താണ്, ഡിസഞ്ചക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്താണ്, കൾച്ചർ എന്താണ്, ട്രഡീഷൻ, കസ്റ്റം, വാല്യൂ, നോംസ്, ഫോക്ക് വേസ്, മോർസ്. ദെൻ മറ്റൊന്ന് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് പ്രൊബേഷൻ ഓഫീസറിന് വന്നിരുന്നു. അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വന്നായിരുന്നു. കൾച്ചറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വന്നായിരുന്നു. സ്റ്റാറ്റസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു പ്രൊബേഷന്. ദെൻ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ മീനിങ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, മാരേജ്, ഫാമിലി, എഡ്യൂക്കേഷൻ, പോളിസി ആൻഡ് റിലീജിയൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, കാസ്റ്റ്, ക്ലാസ് ആൻഡ് എസ്റ്റേറ്റ്, ഒറിജിൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് തിയറീസ്, ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സോഷ്യലൈസേഷൻ, സോഷ്യൽ ചേഞ്ച്. സോഷ്യലൈസേഷൻ എന്താണ്, അതിന്റെ ഏജൻസികൾ എന്തൊക്കെയാണ്, സോഷ്യൽ കൺട്രോൾ എന്താണ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൺട്രോൾ ഏതാണ്, സോഷ്യൽ ചേഞ്ച് എന്താണ്, അതിന്റെ മീനിങ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, സോഷ്യൽ ചേഞ്ചിനെയുമായി ബാധിപ്പിക്കുന്ന ഫാക്ടേഴ്സ്, തിയറീസ്, ഇവയൊക്കെ. അടുത്തത് സോഷ്യൽ പ്രോബ്ലംസ് ആൻഡ് സോഷ്യൽ അനാലിസിസ് ആണ്. പോവർട്ടി, അൺഎംപ്ലോയ്മെന്റ്, മൈഗ്രേഷൻ, ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ സോഷ്യൽ പ്രോബ്ലം ആണ്. ഇതൊക്കെ എന്താണ്? ദെൻ സോഷ്യൽ അനാലിസിസ് എന്താണ് അല്ലെ. സിസ്റ്റം അനാലിസിസ്, സ്ട്രക്ചർ അനാലിസിസ് ഒക്കെ എന്താണെന്നാണ് പറയുന്നത്. അടുത്തത് സൈക്കോളജി ഫോർ സോഷ്യൽ വർക്കാണ് അല്ലെ. നമ്മുടെ ICDSന്റെ സിലബസിൽ പഠിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് സൈക്കോളജി, അതിന്റെ ബ്രാഞ്ചസ്, അതിന്റെ സ്കൂൾസ്, തിയററ്റിക്കൽ ബേസ്, ദെൻ അതിൽ വരുന്ന ബേസിക് കൺസെപ്റ്റ്, സെൻസേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, ഇമോഷൻ, ഇന്റലിജൻസ്, ഇവയൊക്കെ. ദെൻ പിന്നെ അതിൽ പറയുന്നത് സോഷ്യൽ കോഗ്നീഷൻ എന്താണ്, കൺഫോമിറ്റി എന്താണ്, ആറ്റിറ്റ്യൂഡ്, പ്രിജുഡീസ്, റൂമർ, പിന്നെ അതുപോലെ തന്നെ സൈക്കോളജി ടു സോഷ്യൽ വർക്ക്, പിന്നെ ബയോഫിസിക്കൽ എന്താണ്, സൈക്കോളജിക്കൽ മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവ് എന്താണ്, പിന്നെ തിയറീസ് ഓഫ് ഡെവലപ്മെന്റ്, ഡിഫറൻസിയേഷൻ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെ. പിയാഷയുടെയും കോൾബർഗിന്റെയും എറിക്സന്റെയും സിഗ്മണ്ട് ഫ്രോയിഡിന്റെയും സൈക്കോളജിക്കൽ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് തിയറീസ്, പിന്നെ ഡെവലപ്മെന്റൽ ടാസ്ക്, ആവിംഗ്രസിന്റെ ഡെവലപ്മെന്റൽ ടാസ്ക്, പിന്നെ അടുത്തത് പ്രഗ്നൻസി പീരീഡ് അല്ലെ. ചൈൽഡ് ബർത്ത്, ഇൻഫാൻസി എങ്ങനെയാണ്, കൺസെപ്ഷൻ, പ്രീനറ്റൽ സ്റ്റേജ്, ഡെലിവറി, ഇൻഫാൻസി, ബേബിഹുഡ്, സൈക്കോളജിക്കൽ, ഇമോഷണൽ, കോഗ്നിറ്റീവ് ആൻഡ് സോഷ്യൽ ചേഞ്ച്, ആ സമയത്ത് വരുന്ന സോഷ്യലൈസേഷൻ ഹാസാർഡ്സ്, പിന്നെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് ഏർലി ആൻഡ് ലേറ്റ് ചൈൽഡ്ഹുഡ് അല്ലെ. സൈക്കോളജിക്കൽ, ഇമോഷണൽ, സോഷ്യൽ, പേഴ്സണാലിറ്റി ആൻഡ് കോഗ്നിറ്റീവ് ചേഞ്ച് എന്താണ്. ദെൻ പ്യൂബർട്ടി ആൻഡ് അഡോളസൻസ്, പ്യൂബർട്ടി പീരീഡില് ബയോഫിസിക്കൽ, കോഗ്നിറ്റീവ്, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്താണ്. പിന്നെ അഡൾട്ട്ഹുഡ് ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് ഏർലി അഡൾട്ട്ഹുഡ് എന്ത്, വൊക്കേഷണൽ, മാരിറ്റൽ ആൻഡ് സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്, ഡെവലപ്മെന്റൽ ടാസ്ക് ഓഫ് മിഡിൽ ഏജ്, സൈക്കോളജിക്കൽ, സോഷ്യൽ, വൊക്കേഷണൽ ആൻഡ് ഫാമിലി അഡ്ജസ്റ്റ്മെന്റ്. അടുത്തത് അബ്നോർമൽ സൈക്കോളജി എന്താണ്, അബ്നോർമാലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ്, നോർമാലിറ്റി എന്താണ്, അബ്നോർമാലിറ്റി എന്താണ്, ദെൻ എന്താണ് അബ്നോർമൽ ബിഹേവിയർ എന്താണ്, പിന്നെ അതുപോലെ തന്നെ മെന്റൽ ഇൽനെസ്, ദെൻ പിന്നെ മെന്റൽ ഇൽനെസ്സുമായി ബന്ധപ്പെട്ട ഡിഫൻസ് മെക്കാനിസം, ഇതൊക്കെയാണ് അതിൽ പറയുന്നത്. ദെൻ അടുത്തത് തിയറി പ്രാക്ടീസ് ഓഫ് കൗൺസിലിംഗ് അല്ലെ. കൗൺസിലിംഗ് എന്താണ്, കൗൺസിലിംഗിന്റെ മീനിങ് എന്താണ്, ഡെഫിനീഷൻ എന്താണ്, സ്കോപ്പ് എന്താണ്, ഗൈഡൻസ് എന്താണ് അല്ലെ. കൗൺസിലിംഗ് എന്താണ്, സൈക്കോതെറാപ്പി എന്താണ്, റെമഡിയൽ, പ്രിവെന്റീവ്, ഡെവലപ്മെന്റൽ ക്രൈസിസ് എന്താണ്, ദെൻ പലതരത്തിലുള്ള ഫോംസ് ഓഫ് കൗൺസിലിംഗ്, വൊക്കേഷണൽ കൗൺസിലിംഗ്, ക്രൈസിസ് കൗൺസിലിംഗ്, ടെലിഫോൺ കൗൺസിലിംഗ് എന്താണ്. ദെൻ തിയറീസ് ഓഫ് കൗൺസിലിംഗ് അല്ലെ. സൈക്കോ അനലിറ്റിക്, സൈക്കോ ഡൈനാമിക് തിയറീസ്, ബിഹേവിയർ തിയറീസ്, ഹ്യൂമനിസ്റ്റിക് തിയറീസ്. ദെൻ കൗൺസിലിംഗ് പ്രോസസ് ആൻഡ് പ്രിൻസിപ്പിൾ, അതിന്റെ സ്റ്റേജസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ കൗൺസിലിംഗിന് വേണ്ട സ്കിൽ ആൻഡ് ടെക്നിക്സുകൾ അല്ലെ.
എന്തൊക്കെയാണ് വേണ്ടത്? ദെൻ കേസ് റെക്കോർഡിംഗ് എന്താണ്? റെക്കോർഡ് യൂസ് സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്, റെക്കോർഡിംഗ് മെത്തേഡുകൾ ഏതൊക്കെയാണ്? പിന്നെ കൗൺസിലർ എങ്ങനെയൊക്കെ ആയിരിക്കണം? കൗൺസിലർ റിലേഷൻഷിപ്പ് അല്ലെ, കൗൺസിൽ ചെയ്യുന്ന ആളും കൗൺസിൽ കിട്ടുന്ന ആളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്തായിരിക്കണം? പേഴ്സണാലിറ്റി ഫാക്ടേഴ്സ് ഓഫ് കൗൺസിലർ, ഇമ്പോർട്ടൻസ് ഓഫ് സെൽഫ് അവയർനെസ്, കമ്മ്യൂണിക്കേഷൻ പാറ്റേൺസ്, ബോഡി ലാംഗ്വേജ്, ഫീഡ്ബാക്ക്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇൻ ദ റിലേഷൻഷിപ്പ്, ട്രാൻസ്പെറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്താണ്? പ്രൊഫഷണൽ എത്തിക്സ് ഇൻ കൗൺസിലിംഗ് എന്താണ്? എത്തിക്കൽ പ്രാക്ടീസസ് എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ ഹ്യൂമൻ സർവീസ് പ്രൊഫഷൻ എന്താണ്? എത്തിക് ടു കൗൺസിലിംഗ് പ്രൊഫഷണൽ ഗൈഡ് ലൈൻസ് എന്താണ്? ദെൻ തെറാപ്യൂട്ടിക് അപ്രോച്ച് ടു കൗൺസിലിംഗ് അല്ലെ, ക്ലയന്റ് സെന്റേർഡ് തെറാപ്പി എന്താണ്? ഗെസ്റ്റാൾട്ട് തെറാപ്പി എന്താണ്? ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്താണ്? ബിഹേവിയർ തെറാപ്പി, റിയാലിറ്റി തെറാപ്പി, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ വരുന്നത്. then അടുത്തത് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണെന്നാണ് അല്ലെ. ഇതൊന്നും നമുക്ക് ഇനി പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി ICDS-ലും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്, പ്രൊബേഷൻ ഓഫീസറിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ച കാര്യങ്ങളാണ് അല്ലെ. സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണ്? ഗ്രൂപ്പ് എന്താണ്? അതിന്റെ ഡെഫിനീഷൻ, അതിന്റെ ടൈപ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ഇൻഡിവിജ്വലിനെ ഇമ്പാക്ട് ചെയ്യുന്നത്, ദെൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, അതിന്റെ സ്കോപ്പ്, അതിന്റെ പർപ്പസ്, അതിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് വർക്ക് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ. ദെൻ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് പ്രോസസ് എന്താണ് അല്ലെ? ഇൻടേക്ക്, സ്റ്റഡി, ഗോൾ സെറ്റിംഗ്, ഇന്റർവെൻഷൻ, ഇവാലുവേഷൻ. ദെൻ സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റ് അല്ലെ, ഫോമിങ്, നോമിങ്, സ്റ്റോമിങ്, പെർഫോമിങ്, അഡ്ജേണിങ് എന്നൊക്കെ പറയുന്നത്. ദെൻ ഗോൾ സെറ്റിംഗ് എന്താണ്? ഗ്രൂപ്പ് നോം എന്താണ്? ദെൻ പ്രോബ്ലം സോൾവിങ് എന്താണ്? പ്രോബ്ലം സോൾവിങ് ആര് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ പ്രൊബേഷൻ ഓഫീസറിന് വന്നായിരുന്നു. സ്റ്റേജസ് ഓഫ് ഗ്രൂപ്പ് ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വന്നു, ഫോമിങ് നോമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സോഷ്യൽ ഗ്രൂപ്പ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ദെൻ കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്താണ്? ഡിസിഷൻ മേക്കിംഗ് എന്താണ്? കോൺഫ്ലിക്ട് റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു പ്രൊബേഷൻ ഓഫീസറിന്. പ്രോഗ്രാം ആസ് എ ടൂൾ, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാം പ്ലാനിങ്, പ്രോഗ്രാം മീഡിയ മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടായിരുന്നു. ദെൻ പ്രോഗ്രാം ഡെവലപ്മെന്റ് പ്രോസസ്സ് എന്താണ്? സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് മോഡൽസ് അല്ലെ, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് വർക്കറുടെ റോള്, ഫംഗ്ഷൻ, സ്കില്ല്, ക്വാളിറ്റീസ്. ദെൻ ഗ്രൂപ്പ് പ്രോസസ് എന്താണ്? അതിന്റെ ഡെഫിനേഷൻ. ദെൻ അസോസിയേറ്റീവ് ഡിസോസിയേറ്റീവ് ഗ്രൂപ്പ് പ്രോസസ് എന്താണ്? ബോണ്ട് എന്താണ്? അക്സെപ്റ്റൻസ് എന്താണ്? ഐസൊലേഷൻ എന്താണ്? റിജക്ഷൻ എന്താണ്? കോൺഫ്ലിക്ട് എന്താണ്? കൺട്രോൾ എന്താണ് അല്ലെ. ദെൻ സബ് ഗ്രൂപ്പ് എന്താണ് അല്ലെ, മീനിങ്, അതിന്റെ ടൈപ്പ്, ടൂള്. സോഷ്യോഗ്രാം എന്താണ്? സോഷ്യോമെട്രി എന്താണ്? ദെൻ ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെ, അതിന്റെ ഡെഫിനേഷൻ. കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺ, ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ ആൻഡ് കൊഹിഷന്, സോഷ്യൽ ഇന്റഗ്രേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്, ഗ്രൂപ്പ് കൾച്ചർ, ലീഡർഷിപ്പ്, കൺസെപ്റ്റ്, തിയറീസ്, ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് ആൻഡ് കോണ്ടെക്സ്, റോൾസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ലീഡർ, പാർട്ടിസിപ്പേറ്ററി ലീഡർഷിപ്പ്. ദെൻ റെക്കോർഡിംഗ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക്, റെക്കോർഡിംഗ് യൂസ്, സ്ട്രക്ചർ ആൻഡ് കണ്ടന്റ്, മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ്. അടുത്തത് സോഷ്യൽ കേസ് വർക്ക് അല്ലെ. സോഷ്യൽ കേസ് വർക്കും ഇതേപോലെ എന്താണ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് സോഷ്യൽ കേസ് വർക്കിലെ ഡെഫിനീഷൻ, നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ് അല്ലെ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. ദെൻ ഫിലോസഫി ഓഫ് സോഷ്യൽ കേസ് വർക്ക് അല്ലെ, പ്രിൻസിപ്പിൾസ്, കോമ്പണൻസ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. ദെൻ അതേപോലെ തന്നെ ഫേസസ് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ്സ് അല്ലെ, എൻഗേജ്മെന്റ്, എക്സ്പ്ലോറേഷൻ, പ്ലാനിങ്, അസസ്മെന്റ്. ദെൻ ഇതൊരു ക്വസ്റ്റ്യൻ വന്നായിരുന്നു ഫേസസ് ഓഫ് ഹെൽപ്പിംഗ് പ്രോസസ്സിൽ പ്രൊബേഷൻ ഓഫീസറിന്. പിന്നെ വേരിയസ് കോമ്പണൻസ് ഓഫ് അസസ്മെന്റ്, ഡിഫറെന്റ് സിസ്റ്റം ഓഫ് അസസ്മെന്റ്, പിന്നെ ഫാമിലി സിസ്റ്റം, സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം, ടൂൾസ് എന്താണ്, ക്ലയന്റും വർക്കറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, ട്രാൻസ്പെറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്പെറൻസ് എന്താണ്, ഗോൾ സെറ്റിംഗ്, ഇതൊക്കെ നമ്മൾ മുന്നേ തന്നെ പഠിച്ച കാര്യങ്ങളാണ്. ദെൻ സോഷ്യൽ കേസ് വർക്ക് ഇന്റർവെൻഷൻ മോഡൽ അല്ലെ, മോഡൽസ് ഏതൊക്കെ മോഡലാണ്? സൈക്കോ അനലറ്റിക്കൽ മോഡൽ, ബിഹേവിയറൽ മോഡൽ, സൈക്കോ സോഷ്യൽ മോഡൽ, ഫങ്ഷണൽ മോഡൽ, ഹ്യൂമനിസ്റ്റിക് എക്സ്റ്റൻഷ്യൽ മോഡൽ, പ്രോബ്ലം സോൾവിംഗ് മോഡൽ, ജനറൽ സിസ്റ്റം മോഡൽ, ക്രൈസിസ് ഇന്റർവെൻഷൻ, ടാസ്ക് സെന്റേർഡ് മോഡൽ, സൊല്യൂഷൻ ഫോക്കസ്ഡ് മോഡൽ. പിന്നെ ഒരു കേസ് വർക്കർക്ക് വേണ്ട സ്കിൽ ആൻഡ് ടെക്നിക്ക് അല്ലെ, സപ്പോർട്ട്, ക്ലാരിഫിക്കേഷൻ, ഇന്റർപ്രിട്ടേഷൻ, സജഷൻ, ഡെവലപ്പിംഗ് ഇൻസൈറ്റ്, ഐഡന്റിഫിക്കേഷൻ, റിസോഴ്സ് യൂട്ടിലൈസേഷൻ, എൻവയോൺമെന്റ് മോഡിഫിക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. ദെൻ അടുത്തത് ആൻ ഓവർവ്യൂ അബൌട്ട് കേസ് വർക്ക് സെറ്റിംഗ്സ്, പ്രൈമറി സെറ്റിംഗ്സ്, വർക്ക് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഫാമിലീസ്, വർക്ക് വിത്ത് സോഷ്യലി ഡിസ്അഡ്വാൻറ്റേജ്ഡ് സെക്കൻഡറി സെറ്റിംഗ്സ്, പ്രിസൺസ്, ഇൻഡസ്ട്രി, സ്കൂൾ ആൻഡ് ഹോസ്പിറ്റൽസ്. ദ റെക്കോർഡിംഗ് ഓഫ് സോഷ്യൽ കേസ് വർക്ക്. അടുത്തത് സോഷ്യൽ വർക്ക് റിസർച്ച് ആണ് അല്ലെ. സോഷ്യൽ വർക്ക് റിസർച്ച് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഒക്കെ ഉള്ള ഒരു ഏരിയ ആയിരിക്കും അല്ലെ. സോഷ്യൽ വർക്ക് റിസർച്ച് എന്ന് പറയുമ്പോൾ സോഷ്യൽ വർക്ക് റിസർച്ചിൽ വരുന്നത് റിസർച്ച് എന്താണ്, അതിന്റെ ഡെഫിനേഷൻ, അതിന്റെ ഒബ്ജക്റ്റീവ്സ്,
ദെൻ അതിന്റെ സ്കോപ്പ്, നേച്ചർ, സയന്റിഫിക് മെത്തേഡുകൾ, പിന്നെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് എന്താന്ന് പറയുന്നുണ്ട് അല്ലെ, അതിന്റെ കൺസെപ്റ്റ്, തിയറി, പിന്നെ ഹൈപ്പോത്തിസ് എന്താണ്, വേരിയബിൾസ് എന്താണ്, പിന്നെ അതിന് അല്ലെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ്, ഫോർമുലേഷൻ ഓഫ് റിസർച്ച് പ്രപ്പോസൽ, എത്തിക്കൽ കൺസിഡറേഷൻ റിസർച്ച്, റിസർച്ച് ഡിസൈൻ എന്താണ്, കേസ് സ്റ്റഡി എന്താണ്, എക്സ്പീരിമെന്റൽ ഡിസൈൻ എന്താണ്, കോസി എക്സ്പീരിമെന്റൽ ഡിസൈൻ എന്താണ്, പിന്നെ ഗ്രൂപ്പ് ഡിസൈൻ എന്താണ്, സാമ്പിളിംഗ് എന്താണ്, പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സാമ്പിളിങ്, പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ അല്ലെ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ചോദിക്കുന്നുണ്ട്, മെഷർമെന്റ് ലെവൽസ് അല്ലെ, പ്രീ ടെസ്റ്റ് എന്താണ്, റിയലബിലിറ്റി എന്താണ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡാറ്റ എന്താണ്, ഇന്റർവ്യൂ സ്കെഡ്യൂള്, ക്വസ്റ്റ്യനെയർ, ഡാറ്റ അനാലിസിസ്, ദെൻ എഡിറ്റിംഗ്, കോഡിങ്, ടാബുലേറ്റിംഗ്, ഇന്റർപ്രറ്റിംഗ്, ഡിസ്ക്രിപ്റ്റീവ്, ഇൻഫറൻഷ്യൽ അനാലിസിസ്, റിപ്പോർട്ട് റൈറ്റിംഗ്, ഇതൊക്കെ എന്താണ് ഇതിൽ ചോദിക്കുന്നുണ്ട്. അടുത്തത് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് അല്ലെ, അതായത് നമ്മുടെ ഡാറ്റ എങ്ങനെ ടാബുലേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ബാർ ചാർട്ട്, പൈ ചാർട്ട്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി കർവ്, ഒജീവ്, ഇതൊക്കെ എന്താണ് ചോദിക്കുന്നുണ്ട്. അടുത്തത് തിയോറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അതായത് സെൻട്രൽ ടെൻഡൻസി അല്ലെ, മീൻ, മീഡിയം, മോഡ്, റാങ്ക് കോറിലേഷൻ, ചൈ സ്ക്വയർ, ടി ടെസ്റ്റ്, അനോവ, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് കോറിലേഷൻ ചോദിച്ചിട്ടുണ്ട്. then അടുത്തത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെത്തേഡ് ഇൻ സോഷ്യൽ വർക്ക് അല്ലെ, ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്തൊക്കെയാണ്, അതിന്റെ അപ്രോച്ചസ്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഡിസൈനിങ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ്, റൈറ്റിംഗ് അപ്പ് ക്വാളിറ്റേറ്റീവ് സ്റ്റഡീസ്, അതിന്റെ പ്രിൻസിപ്പിൾസ്, പിന്നെ യൂസ് ഓഫ് റിസർച്ച് സോഫ്റ്റ്വെയർ അല്ലെ, റിസർച്ച് സോഫ്റ്റ്വെയർ, SPSS, അതൊക്കെ എങ്ങനെയാണ്. പിന്നെ അടുത്തത് റിസർച്ച് റിപ്പോർട്ട്, മേജർ കോമൺ റിസർച്ച് റിപ്പോർട്ട് അല്ലെ, റിസർച്ച് റിപ്പോർട്ട് എങ്ങനെയാണ്, അതിന്റെ ഫോർമാറ്റ്, സ്റ്റൈല്, കണ്ടന്റ്, കമ്മ്യൂണിക്കേഷൻ, അപ്പൻഡിക്സ്, ബിബ്ലിയോഗ്രഫി, ഫുട് നോട്ട്, ഇതൊക്കെ എന്താണെന്നുള്ളതാണ് പിന്നീട് ചോദിക്കുന്നത്. അടുത്തത് പ്രൊജക്ട് പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് ആണ് അല്ലെ, പ്രൊജക്ട് പ്ലാനിങ്ങിന്റെ ഡെഫിനേഷൻ എന്താണ്, പ്രൊജക്ട്, അതിന്റെ കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, പിന്നെ എങ്ങനെ നമുക്കൊരു പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യാം, പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് അതിന്റെ കൺസെപ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, മിഷന്, ഗോള്, ഒബ്ജക്റ്റീവ്. പിന്നെ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രൊജക്ട് സൈക്കിൾ എന്താണ് അല്ലെ, അതൊരു സൈക്കിൾ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, PRA എന്താണ്, LFA എന്താണ്, SCBA എന്താണ്. അടുത്തത് പ്രൊജക്ട് സൈക്കിളിൽ പറയുന്നത് CPM എന്താണ്, PERT ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പ്രൊജക്ട് ഇവാലുവേഷൻ എങ്ങനെ നടത്തണം. അടുത്തത് പ്രൊജക്ടിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് പ്രപ്പോസൽ റൈറ്റിംഗ് എങ്ങനെയായിരിക്കും, എന്തുകൊണ്ടാണ് ഒരു പ്രൊജക്ട് പ്രപ്പോസൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, എങ്ങനെയൊക്കെയാണത്. പിന്നെ പ്രൊജക്ട് ഫിനാൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെ, അതിന്റെ ഫണ്ടിങ് എങ്ങനെയായിരിക്കും. അപ്പൊ FCRA എന്താണ്, അതുമായി ബന്ധപ്പെട്ടുള്ള ലോസ്, PMIS എന്താണ്. ദെൻ ഫണ്ട് റേസിംഗ് മാനേജ്മെന്റ് ആണ് അടുത്തത് അല്ലെ, ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ഫണ്ട് റേസിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് സ്ട്രാറ്റജിക് ഫണ്ട് റേസിംഗ് മാനേജ്മെന്റ്, മേജർ ഗിഫ്റ്റ് പ്രോഗ്രാംസ്, ഇതൊക്കെ. ദെൻ അടുത്തതാണ് സോഷ്യൽ ലെജിസ്ലേഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ് അല്ലെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ലോസുമായി ബന്ധപ്പെട്ടുള്ളത്, അതായത് കൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ, ലോ ആസ് ആൻ ഏജന്റ് ഓഫ് സോഷ്യൽ ചേഞ്ച്, സോഷ്യൽ കൺട്രോൾ ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ എന്താണ്, ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്താണ്, ഓർഗൻസ്, ജുഡീഷ്യറി, IPC, CPC, CRPC, FIR എന്താണ്. പിന്നെ പേഴ്സണൽ ലോസ്, മാരേജ്, ഡിവോഴ്സ്, സക്സഷൻ, അഡോപ്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പേഴ്സണൽ ലോസ്, സ്പെഷ്യൽ മാരേജ് ആക്ട്, ഇന്ത്യൻ ഡിവോഴ്സ് ആക്ട്, ഇന്ത്യൻ സക്സഷൻ ആക്ട്, ഫാമിലി കോർട്ട് ആക്ട്, യൂണിഫോം സിവിൽ കോഡ് എന്താണ്. പിന്നെ സോഷ്യൽ ലെജിസ്ലേഷൻ ഫോർ വുമൺ ആൻഡ് ചിൽഡ്രൻ അല്ലെ, ഇമ്പോർട്ടന്റ് ആണ് അല്ലെ, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, പിന്നെ ഫുഡ് സെക്യൂരിറ്റി ആക്ട്, സെക്ഷൽ ഹറാസ്മെന്റ്, വർക്ക് പ്ലേസ് ആക്ട്, UNCRC, ജുവനൽ ജസ്റ്റിസ് ആക്ട്, പിന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇൻഫർമേഷൻ ആക്ട്, MNRAG ആക്ട്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിൽ പഠിക്കാനുണ്ട്. പിന്നെ വേരിയസ് കമ്മീഷൻ ആൻഡ് ലീഗൽ സർവീസ്, മൈനോറിറ്റി കമ്മീഷൻസ്, ലോക അദാലത്ത് അല്ലെ, ഇതൊക്കെ പഠിക്കാനുണ്ട്. ലോക അദാലത്തിനെ കുറിച്ചൊക്കെ പ്രൊബേഷനിൽ ക്വസ്റ്റ്യൻ വന്നായിരുന്നു, പോക്സോ ആക്ടിൽ നിന്ന് വന്നായിരുന്നു, ജുവനൽ ജസ്റ്റിസിൽ നിന്ന് വന്നായിരുന്നു. പിന്നെ ഹ്യൂമൻ റൈറ്റ് ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിലെ UNDHR എന്താണ്, ഹ്യൂമൻ റൈറ്റ് എന്താണ്, ഹ്യൂമൻ റൈറ്റ് വയലേഷൻ ഇന്ത്യ, ദെൻ ഹ്യൂമൻ റൈറ്റ് ഗ്ലോബൽ ലെവൽ അല്ലെ, ഗ്ലോബലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2008. അടുത്താണ് ക്രിമിനോളജി ആൻഡ് സോഷ്യൽ ഡീവിയൻസ് അല്ലെ, ക്രൈം എന്താണ്, സോഷ്യൽ ഡീവിയൻസ് എന്താണ്, സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ എന്താണ്, സോഷ്യൽ പാത്തോളജി എന്താണ് അല്ലെ, ക്രൈം, ടോട്ട്, സിൻ, വൈസ്, ഇമോറാലിറ്റി, ഇതൊക്കെ എന്താണ്.
അല്ലെ? എങ്ങനെയൊക്കെയാണ് സോഷ്യലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് കിടക്കുന്നത്? പിന്നെ ക്രിമിനോളജി എന്താണ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ക്രിമിനാലിറ്റി, ടൈപ്സ് ഓഫ് ക്രിമിനൽസ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ക്രിമിനൽസ്, സ്കൂൾ ഓഫ് ക്രിമിനോളജി, ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, പോസിറ്റീവ് സോഷ്യലിസ്റ്റ്, കാറ്റഗറിക്കൽ, സോഷ്യോളജിക്കൽ സ്കൂൾസ് ഓഫ് ക്രിമിനോളജി, ക്രിട്ടിക്കൽ റിവ്യൂ, സ്കൂൾ ഓഫ് ക്രിമിനോളജി, മൾട്ടിപ്പിൾ ക്രൈം, പിന്നെ ടൈപ്പോളജി ഓഫ് ക്രിമിനൽ ബിഹേവിയർ അല്ലെ? സോഷ്യൽ ക്രൈം, ഓർഗനൈസ്ഡ് ക്രൈം, പൊളിറ്റിക്കൽ ക്രൈം, പബ്ലിക് ഓർഡർ ക്രൈം, പ്രൊഫഷണൽ ക്രൈം, കൺവെൻഷണൽ ക്രൈം, വൈറ്റ് കോളർ ക്രൈം, സൈബർ ക്രൈം അല്ലെ? അതായത് ക്രിമിനൽ ബിഹേവിയറിന്റെ ടൈപ്പ് ദെൻ റെസിഡിവിസം അല്ലെ? അതിന്റെ ഡെഫിനീഷൻ, അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ പ്രിവെൻഷന്, പിന്നെ പെനോളജി എന്താണ് അല്ലെ? അതിന്റെ ഡെഫിനീഷൻ എന്താണ്, ഇന്ത്യയിൽ അതിന്റെ അവസ്ഥ എന്താണ്, പിന്നെ പ്രോബ്ലംസ് ഓഫ് സോഷ്യൽ ഡിസ്ഓർഗനൈസേഷൻ അല്ലെ? ഇൻഡിവിജ്വൽ ഡിസ്ഓർഗനൈസേഷൻ എന്താണ്, പിന്നെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്താണ്, ബെഗറി എന്താണ്, സൂസൈഡ് എന്താണ്, ഫാമിലി ഡിസോർഗനൈസേഷൻ എന്താണ്, ദെൻ ചേഞ്ചിങ് ഫാമിലി ടെൻഷൻ, ഡെസേർഷൻ ആൻഡ് ഡൈവോഴ്സ് എന്താണ്, കമ്മ്യൂണിറ്റി ഡിസോർഗനൈസേഷൻ എന്താണ്, മൊബിലിറ്റി, മൈഗ്രേഷൻ, നാഷണൽ ഡിസോർഗനൈസേഷൻ എന്താണ്, ലിംഗ്വിസിസം, കമ്മ്യൂണൽ ആൻഡ് കാസ്റ്റ് ടെൻഷന്, പൊളിറ്റിക്കൽ കറപ്ഷൻ, ദ പ്രോബ്ലം ഓഫ് എക്സ് ക്രിമിനൽ ട്രൈബൽ റെഫറൻസ് ടു ഇന്ത്യ, ദർ സോഷ്യൽ ഓർഗനൈസേഷൻ ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ഇൻ റിലേഷൻ ടു ദയർ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ്. അടുത്തതാണ് കറക്ഷണൽ സോഷ്യൽ വർക്ക് അല്ലെ? കറക്ഷണൽ സോഷ്യൽ വർക്കിന്റെ കൺസെപ്റ്റ്, സ്കോപ്പ്, ടെക്നിക്ക്, ആപ്ലിക്കേഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ കറക്ഷണൽ സെറ്റിംഗ്സ്, ദെൻ മെത്തേഡ്സ് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ കറക്ഷണൽ സെറ്റിംഗ്സ്, ദെൻ കസ്റ്റഡി, ദെൻ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം, കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻ, പ്രൊബേഷന്, പരോള്, ആഫ്റ്റർ കേസ്, ഗ്രൂപ്പ് കൗൺസിലിംഗ്, ഗ്രൂപ്പ് തെറാപ്പി ഇൻ കറക്ഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദെൻ പ്രോബ്ലംസ് ഓഫ് ട്രെയിൻഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ കറക്ഷണൽ സെറ്റിംഗ്സ്, അതിന്റെ ഫ്യൂച്ചർ ഓഫ് കറക്ഷണൽ സോഷ്യൽ വർക്ക്, ട്രെൻഡ്സ് ആൻഡ് പെർസ്പെക്റ്റീവ്, സോഷ്യൽ കേസ് വർക്ക് ഇൻ കറക്ഷണൽ സെറ്റിംഗ്സ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അടുത്തത് ലീഗൽ വർക്ക് ഓഫ് കറക്ഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സെറ്റിംഗ്സ് അല്ലെ? പ്രിസൺ ആക്ട് 1894, ദെൻ പ്രിസണേഴ്സ് ആക്ട് 1900, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2002, ലീഗൽ വർക്ക് ഓഫ് കമ്മ്യൂണിറ്റി ബേസ്ഡ് കറക്ഷൻ, പ്രൊബേഷൻ ഒഫൻഡേഴ്സ് ആക്ട് 1958, റൂൾ ഫോർ പരോൾ ആൻഡ് പ്രീ മെച്ചുവർ റിലീസ് ഓഫ് പ്രിസണേഴ്സ്. ദെൻ അടുത്ത ഭാഗം, ലാസ്റ്റ് ഭാഗം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഹ്യൂമൻ സർവീസ് ഓർഗനൈസേഷൻ ആണ് അല്ലെ? അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ടൈപ്പ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ്, സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ എന്താണ്, ദെൻ സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേഷൻ ആസ് എ മെത്തേഡ്, ദെൻ ടാസ്ക് ഓഫ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യൽ വർക്ക് അഡ്മിനിസ്ട്രേറ്റർ, ഇത് ഫുള്ള് ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ എന്താണ്, ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ബെനിഫിറ്റ് ഓഫ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ, ബ്യൂറോക്രാറ്റിക് ഓർഗനൈസേഷൻ ആൻഡ് ഹ്യൂമൻ റിലേഷൻ ഓർഗനൈസേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് HSO ഇൻ കമ്പാരിസൺ വിത്ത് ഇൻഡസ്ട്രിയൽ, എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ, ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് നമ്മൾ ഇതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, POS എന്നൊക്കെ പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അഡ്മിനിസ്ട്രേഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറൈസേഷൻ. ദെൻ രജിസ്ട്രേഷൻ ഓഫ് ഓർഗനൈസേഷൻ എന്താണ്, അഡ്വാൻറ്റേജ് ഓഫ് രജിസ്ട്രിംഗ് ആക്ട് ഫോർ രജിസ്ട്രിംഗ് ഓർഗനൈസേഷൻ, സൊസൈറ്റി, ട്രസ്റ്റ്, കമ്പനി ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് എന്താണ്, രജിസ്ട്രേഷൻ അണ്ടർ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട്, ഡ്രോയിങ് അപ്പ് ഓഫ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ബൈ ലോസ് ഓഫ് HSO, board function, types of members, qualification, committee, types of committee, subcommittee, principle of effective committee work, holding meetings of the statutory bodies, keeping minutes, filling returns, sending timely report. Then personal function in HSO, formulating service rule, policies governing recruitment, selection, induction, training and development, performance, appraisal, promotion, transfer of staff and compensation package, privileges, personal grievance, handling and disciplinary procedures. Then welfare programs, objectives, functions, organization structures and programs. Then CSW, Center Social Welfare Board, State Social Welfare Board, and Directorate of Social Justice, programs of Minister of Social Justice and Environment, Women and Child Development, Ministry of Youth Welfare, then Social Protection, concept of social safety, nets for poor and inclusive growth, social protection and labor strategies, resiliency, equality and opportunity, role of civil society, organization in social protection. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിന്റെ സിലബസിൽ ഡിസ്കസ് ചെയ്യാനുള്ള. വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. പക്ഷെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഇതിന്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി പ്രൊബേഷൻ ഓഫീസറും ICDSനും വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടികൾക്ക് ഇതിന്റെ മുക്കാൽ ഭാഗവും നിങ്ങൾ, അല്ലെങ്കിൽ പകുതി ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു. ഇനി നിങ്ങൾക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ.
അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതിന് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ മാസ്റ്റർ കീ അക്കാഡമിയുടെ കീഴിൽ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2ന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഒരു വെബിനാറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ കോഴ്സിന് ജോയിൻ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.